ഒരു കാലത്ത് സമ്പത്തുകൊണ്ട് സമ്പന്നമായിരുന്നു കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. ഇന്ന് പെൻഷൻ പോലും കൃത്യമായും കൊടുക്കാൻ സാധിക്കാത്ത തരത്തിൽ കടുത്ത ദാരിദ്ര്യത്തിലാണ്. സാർ, എൻ്റെ ചോദ്യം, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും സർക്കാരോ മറ്റ് ക്ഷേമനിധി ബോർഡുകളോ വായ്പ എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തുക എത്ര? അത് തിരിച്ചു നൽകിയോ? യെസ് മിനിസ്റ്റർ. സാർ, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 20 ലക്ഷത്തിലധികം അംഗങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 9 ലക്ഷത്തോളം പേരാണ് കൃത്യമായി അംശാദായം അടച്ച് അംഗത്വം പുതുക്കിയിരിക്കുന്നത്. ബോർഡിൽ വ്യാജ മെമ്പർമാരെ കണ്ടെത്തി ഒഴിവാക്കാനുള്ള ജില്ലാതലത്തിലുള്ള സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. സാർ, അങ്ങോട്ട് ചോദിച്ച്, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബോർഡിൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 150 കോടി രൂപയും ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 100 കോടി രൂപയും വായ്പ അനുവദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, കോവിഡ് കാലത്ത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും 1000 രൂപ ആശ്വാസ ധനസഹായമായി എല്ലാ തൊഴിലാളികൾക്കും കോവിഡ് ധനസഹായം നൽകിയിരുന്നു. സാർ, അതിൽ ഇനിയും അപേക്ഷ നൽകിയ എത്ര പേർക്ക് ആ തുക ലഭ്യമാകാനുണ്ട്? സാർ, അത് പരിശോധിച്ചിട്ട് പറയാം സാർ.